ഹലോ. ഞങ്ങളുടെ മലേഷ്യൻ യാത്രയുടെ രണ്ടാമത്തെ ദിവസം ശരിക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് പോകുന്നത് ജെൻറ്റിങ് ഹൈലാൻഡ്സിലേക്കാണ്. അവിടെ അവാന സ്കൈവേ, കേബിൾ കാർ, പിന്നെ വേൾഡിലെ ലാർജസ്റ്റ് ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ, സ്കൈ അവന്യൂ മാൾ, അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിന്ന് ബാറ്റു കേവ്സിലെ മുരുകനെയും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അവാന സ്കൈവേ എന്ന കേബിൾ കാർ സ്റ്റേഷനിലാണ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കേബിൾ കാർ യാത്രയാണിത്. എൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും. അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടിയും വലിയൊരു ആകാംക്ഷയൊക്കെ ഉണ്ട്. നമ്മൾ മെട്രോയിലൊക്കെ കയറുന്നത് പോലെ തന്നെ നമ്മുടെ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് കേബിൾ കാറിൻ്റെ അടുത്തേക്ക് ചെല്ലാം. ശരിക്കും പറഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മൾ ചാടി കയറണം. അതാണ് എനിക്കതിനകത്തൊരു ബുദ്ധിമുട്ട് തോന്നിയത്. ബാക്കിയൊക്കെ നല്ല രസമാണ്, യാത്രയൊക്കെ നല്ല അടിപൊളിയാണ്. പക്ഷേ എനിക്ക് ചെറിയ ഒരു അക്രോഫോബിയ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ടെൻസ്ഡായിരുന്നു. അക്രോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ സാധനം എന്നല്ലേ? അത് നമ്മുടെ ഉയരത്തിനെ പേടിക്കുന്ന രോഗത്തിൻ്റെ ഒരു കട്ടിയായിട്ടുള്ളൊരു പേരാണ് അക്രോഫോബിയ. എനിക്ക് അക്രോഫോബിയ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കുന്നെങ്കിലും ഇതെങ്ങാനും താഴെ പോയാൽ എന്ത് ചെയ്യും എന്നുള്ള പേടിയായിരുന്നു മനസ്സിൽ മൊത്തം. ശരിക്കും അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഇത് മൂവ് ചെയ്യുവാണ്, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ കേബിൾ എങ്ങാനും പൊട്ടിപ്പോവോ, അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ആ കേബിൾ കാർ മെല്ലെ മുന്നോട്ട് നീങ്ങി തുടങ്ങിയപ്പം ഞാൻ വിചാരിച്ചതിലും ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു യാത്രയായിരുന്നു. ശരിക്കും കേബിൾ കാറിൻ്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പം അപ്പോൾ എന്തൊരു ഭംഗിയാണെന്ന് വെച്ചാൽ, കാരണം കുറേ വർഷങ്ങൾ പഴക്കമുള്ള പച്ചപ്പ് നിറഞ്ഞ കുറേ മഴക്കാടുകളും, പിന്നെ നമ്മൾ മുകളിലേക്ക് പോകും തോറും രണ്ട് സൈഡിലും നല്ല പഞ്ഞി പോലെയുള്ള മൂടൽമഞ്ഞും ഒക്കെ വന്നിട്ട്, കുറച്ച് അകലെയുള്ള കേബിൾ കാർ നമ്മൾ നോക്കിയാൽ ശരിക്കും മൂടൽമഞ്ഞെല്ലാം പൊതിഞ്ഞ് നിൽക്കുന്നത് പോലെയാണ്. പിന്നെ നമ്മൾ മേഘങ്ങളുടെയൊക്കെ ഉള്ളിലൂടെ പറന്നു പോകത്തില്ലേ, അതുപോലത്തെ ഒരു അനുഭവമായിരുന്നു. പിന്നെ നല്ല ചെറിയ ഒരു തണുപ്പും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഭയങ്കര ചൂടായിരുന്നു, നല്ല ചൂടായിരുന്നു. പക്ഷേ ഈ ജെൻറ്റിങ് ഹൈലാൻഡ്സിലേക്ക് പോയപ്പോഴാണ് ശരിക്കും നല്ല ക്ലൈമറ്റൊക്കെ മാറി മാറി വരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ ആദ്യം ചെന്നത് മൂന്നാമത്തെ സ്റ്റോപ്പിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലായ ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് സ്കൈ അവന്യൂ മാളിലേക്കാണ്. അവിടെ കുറേ ഷോപ്പിംഗ് സെൻറ്റേഴ്സും പിന്നെ നമ്മുടെ പ്ലേ സ്റ്റേഷനൊക്കെ പോലെ കുറേ റൈഡുകളും കാര്യങ്ങളും ഫുഡ് സ്റ്റോളുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്കൈ അവന്യൂ മാളിലുണ്ടായിരുന്നു. ഇത് ശരിക്കും ഒരു മലയുടെ മുകളിൽ പണിതിരിക്കുന്ന ഒരു അത്യാധുനികമായിട്ടുള്ളൊരു മാളാണ്. ഈ സ്കൈ അവന്യൂ മാളിലാണെങ്കിൽ ലോകോത്തര ബ്രാൻഡുകളുടെ ഒരുപാട് ഷോപ്പുകളും പലതരം റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട്. നമ്മൾ മാളിലൂടെ നടക്കുമ്പോൾ അവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് സ്കൈ സിംഫണിയാണ്, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. അതാണെങ്കിൽ മുകളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന 100 കണക്കിന് ചെറിയ പന്തുകൾ സംഗീതത്തിനനുസരിച്ച് നൃത്തം ചെയ്യുന്നത് പോലെ, നമ്മുടെ വാട്ടർ ഫൗണ്ടൻ ഷോ ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ ഉള്ളൊരു ഷോ ഉണ്ട്. അതൊക്കെയാണ് അവിടുത്തെ മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ. അങ്ങനെ മാളിലെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കേബിൾ കാർ സ്റ്റേഷനിൽ തിരിച്ചു വന്നിട്ട് താഴേക്ക് പോവുകയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി ചൈനീസ് ടെമ്പിളുണ്ട്, ചുൻസി ചൈനീസ് ടെമ്പിൾ. അതിൻ്റെ കാഴ്ചകളാണ് ഇനി അടുത്തത്. ഈ മാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ജെൻറ്റിങ് സ്കൈ വേൾഡ് ഔട്ട്ഡോർ തീം പാർക്കാണ്. സമയം കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല. ഈ താഴെ കാണുന്നതൊക്കെ ജെൻറ്റിങ് സ്കൈ വേൾഡ് ഔട്ട്ഡോർ തീം പാർക്കിൻ്റെ കുറേ കാഴ്ചകളാണ്. അകത്തേക്ക് കയറിയില്ലെങ്കിലും പുറത്തു നിന്നുള്ള കാഴ്ചകളും അതിമനോഹരമാണ്. താഴേക്ക് ഇറങ്ങുമ്പം ശരിക്കും റോഡിൻ്റെയൊക്കെ മുകളിൽ കൂടെ നമ്മൾ ആകാശത്തോടെ പറന്നു പോകുന്ന ഒരു ഫീലാണ് ഈ കേബിൾ കാറിൽ ഇരിക്കുമ്പം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ഹൈറ്റ് പേടിയായതുകൊണ്ട് തന്നെ പകുതി സമയത്ത് ഞാൻ കണ്ണടച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് ചെറിയ ചെറിയ കാഴ്ചകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ സ്റ്റോപ്പിലെത്തി. അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് കുറച്ച് നടന്നു പോകാനുണ്ട് ചുൻസി ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിയിൽ സൈഡിൽ നിന്ന് നോക്കുമ്പം ശരിക്കും നിറയെ പച്ചപ്പും അതിൻ്റെ നടുക്ക് മലയുടെ മുകളിലായിട്ടിരിക്കുന്ന ഒരു ക്ഷേത്രവും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മുടെ മൂന്നാറൊക്കെ പോലെ തോന്നും.
നല്ല തണുപ്പുണ്ട്, അതുപോലെ തന്നെ നല്ല പച്ചപ്പുണ്ട്. പിന്നെ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ കേബിൾ കാറുകളൊക്കെ ഇങ്ങനെ പോകുന്നു. ശരിക്കും നല്ല ഒരു അനുഭവവും നല്ലൊരു കാഴ്ചകളുമാണ്. ഈ ചിൻസി ചൈനീസ് ടെമ്പിൾ ഏകദേശം 9 നിലകളിലായിട്ടാണുള്ളത്. പാറക്കെട്ടുകൾ നിറഞ്ഞ മലഞ്ചെരുവിൽ പണിതുയർത്തിയിരിക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ളൊരു ചൈനീസ് ക്ഷേത്രമാണ് ചിൻസി ചൈനീസ് ടെമ്പിൾ. ഇവിടെയുള്ള മെയിനായിട്ടുള്ള ആകർഷണം എന്ന് പറയുന്നത് വലിയ വെളുത്ത ബുദ്ധൻ്റെ പ്രതിമയാണ്. മലനിരകളെ നോക്കി ശാന്തമായിട്ടിരിക്കുന്ന ഈ ബുദ്ധപ്രതിമയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ മനസ്സിലേക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി കടന്നു വരും. ഏകദേശം 15 മീറ്ററോളം ഉയരമുണ്ട് ഈ ബുദ്ധപ്രതിമയ്ക്ക്. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ മഞ്ഞിൻ്റെ അടിയിൽ തിളങ്ങി നിൽക്കുന്ന ഈ പ്രതിമ നമുക്ക് മുകളിൽ നിന്ന് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ വെളുത്ത നിറം എന്ന് പറയുന്നത് ബുദ്ധമത വിശ്വാസപ്രകാരം പരിശുദ്ധി, ജ്ഞാനം, സമാധാനം ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ചുറ്റുമുള്ള പച്ചപ്പും മൂടൽമഞ്ഞും ഒക്കെ ഈ വെളുത്ത പ്രതിമയുടെ ഭംഗി ഇരട്ടിയാക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം വീണ്ടും കേബിൾ കാർ സ്റ്റേഷനിലേക്ക് നടന്നു കയറി. ഇനി നമ്മൾ കേബിൾ കാറിൽ കയറിയ ആ സ്റ്റേഷനിലേക്ക് തന്നെ ചെന്നിറങ്ങണം. അങ്ങനെ ജെൻഡിങ് ഹൈലാൻഡിനോട് വിട പറഞ്ഞിട്ട് നമ്മൾ യാത്ര തിരിക്കുന്നത് മലേഷ്യയിലെ മറ്റൊരു പുണ്യപ്രധാനമായിട്ടുള്ള സ്ഥലത്തേക്കാണ്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ഇരുന്ന ബാറ്റു കേവ്സിലേക്ക്. ശരിക്കും മലേഷ്യയുടെ ഫോട്ടോസൊക്കെ കാണുമ്പം ബാറ്റു കേവ്സും മുരുകൻ്റെ ഫോട്ടോ ഒക്കെ കാണുമ്പം എന്നെങ്കിലും നമുക്കിതൊന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ഫ്ലാഷ് ബാക്കും കൂടെ ഉണ്ട് മലേഷ്യ കാണണം എന്നുള്ളൊരാഗ്രഹത്തിന്. കാരണം ഞാൻ പഠിച്ചിറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് പോയി ജോലി ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് ആദ്യം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് മലേഷ്യയുടെ ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. പക്ഷേ അതിനു മുമ്പ് എനിക്ക് വേറൊരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ട് ഞാൻ അതിലേക്ക് തിരിഞ്ഞില്ല. അത് ഞാൻ ക്യാൻസൽ ചെയ്തു. അന്നേരം മുതലുള്ളൊരാഗ്രഹമായിരുന്നു മലേഷ്യ എന്തെങ്കിലും എനിക്കൊന്ന് കാണണം എന്ന്. അങ്ങനെ ഞങ്ങൾ ബാറ്റു കേവ്സിലെത്തി. ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ബാറ്റു കേവ്സിലേക്ക് എത്തിയത്. മലേഷ്യയിലെ ഏറ്റവും പ്രശസ്തമായ ഹിന്ദു തീർത്ഥാടന ക്ഷേത്രമാണ് ബാറ്റു കേവ്സ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മലേഷ്യയിലെത്തിയ കെ തമ്പുസ്വാമി പിള്ള എന്ന ഭക്തനാണ് ഈ ഗുഹയെ ഒരു മുരുക ക്ഷേത്രമാക്കി മാറ്റിയത്. ഈ ഗുഹാ കവാടത്തിൻ്റെ ആകൃതി കണ്ടപ്പോൾ അദ്ദേഹത്തിന് മുരുകൻ്റെ വേലാണ് ഓർമ്മ വന്നത്. ഏകദേശം 140 അടി ഉയരമുള്ള സ്വർണ്ണ മുരുക പ്രതിമയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ആകർഷണം. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ കാണുന്ന 272 കളർഫുള്ളായിട്ടുള്ള പടികളൊക്കെ കയറി ചെല്ലണം. മുകളിലെ ഗുഹയ്ക്കുള്ളിലെത്തിയാൽ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു വലിയ ക്ഷേത്രത്തിലെത്തിയതുപോലെയുള്ളൊരു അനുഭവമാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് പാലഭിഷേകമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ജെൻഡിങ് ഹൈലാൻഡിലെ ആ തണുപ്പും മൂടൽമഞ്ഞും ആദ്യത്തെ കേബിൾ കാർ യാത്രയും എൻ്റെ അക്രോഫോബിയയും ചിൻസി ടെമ്പിളിൻ്റെ ശാന്തതയും പിന്നെ ഒടുവിൽ ബാറ്റു കേവ്സിലെ മുരുകൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി ഞങ്ങൾ തിരികെ റൂമിലേക്ക് പോവുകയാണ്. ശരിക്കും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയതുകൊണ്ട് ഈ ഒരു ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. അങ്ങനെ മലേഷ്യൻ യാത്രയുടെ മിസ് ചെയ്യാൻ പാടില്ലാത്ത 2 സ്ഥലങ്ങളാണ് ജെൻഡിങ് ഹൈലാൻഡും ബാറ്റു കേവ്സും. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ടാറ്റാ, ബൈ, സീ യു.